ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ആദ്യം തന്നെ തുടങ്ങുന്നത് നമ്മുടെ വീട്ടിൽ 2 പുതിയ അതിഥികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്കൊന്ന് ആദ്യം പരിചയപ്പെടാം. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ടഡൻ! അപ്പോൾ ഇതാണ് നമ്മുടെ 2 മയിൽക്കുട്ടികൾ. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനിത് കൊണ്ടുവന്ന ആ ടൈം തൊട്ട് ഇതിൻ്റെ പിന്നാലെ തന്നെയാണ്. ഇത് കിട്ടിയതിന് ശേഷം ഇഫ്താറിൻ്റെ പരിപാടികളൊന്നും നേരെ നടന്നിട്ടില്ല. എങ്ങനെയൊക്കെയോ പണി കഴിച്ചിട്ട് പിന്നെ ഇതിൻ്റെ പിന്നാലെ വന്ന് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് കോളിഫ്ലവർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിത് ക്യാപ്സിക്കും അതുപോലെ തന്നെ സവാളയൊക്കെ നമുക്ക് ഇന്ന് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി റൗണ്ടായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ച സവാള അതുപോലെ ക്യാപ്സിക്കം ഇതൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് 2 സൈഡും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡും മുട്ടയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. സവാളയും ക്യാപ്സിക്കൊക്കെ നമുക്ക് സാൻഡ്വിച്ചിൽ പച്ചക്കായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. പക്ഷേ അതിനേക്കാളും ഒരു രുചി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ചെറുതായിട്ട് 2 സൈഡും റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴാണ്. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. മറിച്ചിട്ട് എടുത്തിട്ട് അടുത്ത ഭാഗം കൂടെ നമുക്ക് ഇതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതപ്പോൾ 2 സൈഡും നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് എടുത്തു മാറ്റാം. ഇനി ഒരു പാത്രത്തിൽ ഞാൻ 2 കോഴിമുട്ട ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ നൂഡിൽസിലൊക്കെ കിട്ടില്ലേ നമ്മുടെ മസാല, ആ മസാല ഞാൻ 1 പാക്കറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ സാൻഡ്വിച്ചിലൊക്കെ ഈ മുട്ടയിൽ ചേർക്കുന്നത് കുരുമുളക് പൊടിയും ഈ ഉപ്പും മാത്രമായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മസാല നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ദോശക്കല്ല് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ എല്ലായിടത്തും ആക്കി കൊടുക്കുക. നേരത്തെ കലക്കി വെച്ച മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 മുട്ടയും കൂടി ഞാൻ ഇതിൽ ഒരുമിച്ച് തന്നെയാണ് ഒഴിച്ചെടുക്കുന്നത്. ഇന്നത്തെ ഇഫ്താറിന് നമ്മൾ സിമ്പിളായിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കണം, സാൻഡ്വിച്ചും നൂഡിൽസും. ഇതിപ്പോൾ പ്രത്യേകിച്ച് റെസിപ്പി ആയിട്ട് കാണിക്കുന്നതല്ല, വ്ളോഗിൽ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇനി നമ്മുടെ ഇത് മറിച്ചിടാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി അത് എടുത്ത് മാറ്റാം. അപ്പോൾ അത് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല മഴയും അതേപോലെ തന്നെ ഇടിയും മിന്നലൊക്കെ ആയിരുന്നു. ഇനി നമുക്ക് ബ്രെഡും കൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കല്ലിലും കൂടെ ഒന്ന് ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രെഡിലും 2 സൈഡും ഓയിൽ സ്പ്രെഡാക്കിയിട്ടാണ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും കൂടെ ഞാൻ ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇതിന് ഓയിലിന് പകരമായിട്ട് നെയ്യൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ബ്രെഡിലായിട്ട് നമുക്ക് മയോണൈസ് തേച്ച് കൊടുക്കാം. മയോണൈസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഒരു ഇഫ്താർ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാനിതായി മയോണൈസ് തേച്ച് കൊടുത്തതിന് ശേഷം ക്യാപ്സിക്കം ഒരെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഓണിയനും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച മുട്ടൻ്റെ ഒരു ചെറിയ പീസ് നമ്മൾ ഇതിലേക്ക് നടുവിൽ പോർഷനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ക്വയറായിട്ട് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്കത് ഷേപ്പാക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു ബ്രെഡും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് നടുവിലായിട്ട് ടൂത്ത് പിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഓണിയൻ, മുട്ടയുടെ ചെറിയൊരു പീസ്, പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു കഷ്ണം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്ത റെസിപ്പി നമ്മുടെ നൂഡിൽസ് ആണ്. അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായതിന് ശേഷം ഓയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നീളത്തിലരിഞ്ഞ ഒരു സവാള ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതോടൊപ്പം തന്നെ ഞാൻ കോളിഫ്ലവർ ചെറുതായിട്ടൊന്ന് കഷ്ണങ്ങളാക്കിയത് ഇതിനോടൊപ്പം തന്നെ ചേർത്തി കൊടുക്കുന്നുണ്ട്. കോളിഫ്ലവറിന് ചെറിയൊരു വേവുള്ളതുകൊണ്ട് ഇപ്പം തന്നെ ചേർത്തി കൊടുക്കുക. എന്നിട്ട് ഞാൻ നന്നായി വീണ്ടും വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ക്യാപ്സിക്കം ആണ്. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയൊരു തക്കാളി ഇതേപോലെ സ്ക്വയറായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം.
ക്യാരറ്റ്, ബീൻസ്, അതുപോലെ തന്നെ പട്ടാണി, അതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ 1 ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നേരത്തെ ഇട്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കൊഴിഞ്ഞു വന്നിട്ടുണ്ട്. നൂഡിൽസിൻ്റെ മസാല 1 പാക്കറ്റ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്തും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് പിന്നെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനൊരു എരിവിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ സ്കിപ്പായി പോയതാണ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 2.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഒരു മല്ലിയിലയും കൂടെ നമുക്കൊരു ഫ്ലേവറിന് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാല ചെറിയൊരു ഉപ്പ് ഉണ്ടാവും, എന്നാലും ഈ വെള്ളമൊക്കെ ഒഴിച്ചതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 പാക്കറ്റ് നൂഡിൽസ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നൂഡിൽസൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഡി ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് ചായക്കുള്ള വേണ്ടിയിട്ട് ഞാൻ പാല് കാച്ചുന്നുണ്ട്. ഇതിനിടയ്ക്ക് വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം മുട്ട നമുക്കിതുപോലെ ചെറുത് കഷ്ണങ്ങളാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നൂഡിൽസിൻ്റെ സൂപ്പോട് കൂടിയായിട്ടാണ് കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഇതുപോലെ ഉണ്ടാക്കാം. എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്രേവി ഇതിലേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ പിന്നീട് നമുക്കൊരു വാട്ടർമെലൺ ജ്യൂസും കൂടെ ഉണ്ടാക്കാം. അത് ഞാൻ ഉണ്ടാക്കണമൊന്നും കാണിച്ചിട്ടില്ല. എന്നും ഇത് ഉണ്ടാക്കണ കാണിക്കുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ ഞാനിതാ വാട്ടർമെലൺ ജ്യൂസ് പാലൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഉണ്ടാക്കണ പോലെ പഞ്ചസാര, പാല്, നമ്മുടെ വാട്ടർമെലൺ എല്ലാം കൂടെ അടിച്ചെടുക്കുക. അതിലേക്ക് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ ഇഫ്താർ വ്ളോഗ് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വിഭവങ്ങളായിട്ടുള്ള സാൻഡ്വിച്ചും അതുപോലെ തന്നെ നൂഡിൽസാണ് ഇന്ന് ഉണ്ടാക്കിയത്. സ്പെഷ്യലായിട്ടൊന്നും ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല, ഇന്ന് ചെറുതായിട്ടാണ് ഉണ്ടാക്കിയത്. വാട്ടർമെലനും പപ്പായയാണ് നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു സാൻഡ്വിച്ചും നൂഡിൽസൊക്കെ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള നൂഡിൽസ് ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണിച്ചതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ സാൻഡ്വിച്ച്, നമ്മുടെ സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീട്ടിൽ മുയലൊക്കെ കൊണ്ടുവന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഇന്ന് കൂടുതൽ വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ മുയലിൻ്റെ ഒപ്പം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കലായിരുന്നു ഇന്നത്തെ പണി മെയിനായിട്ടുള്ളത്. അപ്പോൾ മുയലിനെ കാണാൻ എന്ത് രസമാണ്, അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാണാൻ നല്ല രസമാണ്. ഇപ്പോൾ ഈ ഇലയും അതുപോലെ തന്നെ ഞാൻ കോളിഫ്ലവറിൻ്റെ തണ്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് കൂടൊന്നും സെറ്റാക്കിയിട്ടില്ല. അപ്പോൾ ഇനി കൂടൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് 2 അതിഥികളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടും. അപ്പോൾ അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.